ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ, രോഗങ്ങൾ സർവ്വതിനെയും അങ്ങേക്ക് മുൻപ് ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുനാഥ, അങ്ങറിയാതെ ഒന്നും ഞങ്ങൾ ജീവിതത്തിൽ നടക്കുകയില്ല, സംഭവിക്കുകയില്ല. ആകയാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സകല സൃഷ്ടികളുടെയും സൃഷ്ടാവായ ദൈവമേ, ഈ സമൂഹത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് ഇന്ന് വചന ശുശ്രൂഷ ചെയ്യുന്ന ബ്രദറിനെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ വലതുകരം യേശുവിലേക്ക് ഉയർത്തി ഈ ശുശ്രൂഷ നയിക്കുന്ന ബ്രദറിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഈശോയ്ക്ക് സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യാം. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. നിന്റെ രക്തത്താൽ സമൃദ്ധമായ യേശുവേ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരില് ഞാൻ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് ആദ്യമായി തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളോടൊപ്പം വചനം പ്രഘോഷിക്കുവാനായിട്ട് കൂടിയിരിക്കുന്ന ബ്രദർ സാബു അറുത്തോട്ടിയിൽ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് for joining us. Thank you so much for your presence and for your prayers. We wholeheartedly welcome you to this gathering. Thank you so much. God bless you and continue to go through your hands, continue to bless many more in your ministry. And we are thankful and grateful to God for your ministry and for your work. God bless you. Thank you. Okay. Thank you, sir. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് കൂടെ ഈ വൈകുന്നേരം ആയിരിക്കാനായിട്ട്. കർത്താവ് നമ്മളെല്ലാവരെയും ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പസമയം അവിടുത്തെ വചനം ശ്രവിക്കാം. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഈ നാളുകള് നമുക്കറിയാം, എല്ലാവരും ഒത്തിരിയേറെ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. ഒത്തിരിയേറെ പ്രയാസത്തിലാണ്. നമ്മുടെ വൈറസിന്റെ ഒരു അക്രമം ശരിക്കും മനുഷ്യനെ പിടിച്ചൊലയ്ക്കുക. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, എല്ലാറ്റിന്റെയും ഉടയവൻ ദൈവമാണെന്നും ആത്യന്തികമായിട്ട് എല്ലാറ്റിന്റെയും പരമാധികാരി യേശുവാണെന്നും ഒക്കെ വളരെ വ്യക്തമായ തെളിവാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയില് എല്ലാറ്റിന്റെ മേലും അധികാരം യേശുവാണ്. യേശുവ എല്ലാം നിയന്ത്രിക്കുന്നത്. അതാണല്ലോ വചനം പറയുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, എല്ലാവരും അവന്റെ മുമ്പിൽ മുട്ടുമടക്കും. ദൈവത്തിന്റെ മുൻപിൽ എല്ലാവരും മുട്ടുമടക്കി വെക്കുന്നു. അപ്പോൾ ഈ ഒരു സമയം മനുഷ്യരാശി മുഴുവൻ തന്നെ ഒത്തിരി ഭാരപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? ഇതൊക്കെ കാലത്തിന്റെ അടയാളങ്ങളാണ്. ഭൂമിയിൽ തിന്മ വർദ്ധിച്ചു. മനുഷ്യൻ ദൈവത്തെ മറന്ന്, ദൈവത്തിന്റെ വചനങ്ങളൊക്കെ മറന്ന് അങ്ങോട്ട് ജീവിക്കുക. അതിന്റെയൊക്കെ ഒരു പരിണിത ഫലം തന്നെയാണ് ഇത്. അത് നമുക്കൊക്കെ മനസ്സിലാവും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലോകത്തിന് വേണ്ടി മുഴുവൻ, എല്ലാവർക്കും വേണ്ടി, മാനവരാശിയുടെ മുഴുവനുമേല് ദൈവ കരുണ ഒഴുകുവാൻ, കർത്താവിന്റെ ആ പീഡാസകലത്തിന്റെ യോഗ്യതയില് മാനവരാശിയോട് ദൈവപിതാവ് കരുണ കാണിക്കാൻ ഒക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിളില്
യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 30-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വചനം പറയുന്നുണ്ട്, നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു. എന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് ഔദാര്യം കാണിക്കുവാനായിട്ട് കാത്തിരിക്കുക. നാം ഓരോരുത്തരും കർത്താവിന്റെ അടുക്കലേക്ക് ഒന്ന് ചെന്നാൽ മതി, ഒന്ന് അനുദപിക്കുവാനും ഒന്ന് എളിമപ്പെടുവാനും തയ്യാറായാൽ മതി. കർത്താവിന്റെ കരുണയും അനുഗ്രഹവും നമ്മുടെ മേലെ സമൃദ്ധമായിട്ട് വർഷിക്കപ്പെടും. നിന്നോട് ഔദാര്യം കാണിക്കാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു. ദൈവത്തിന്റെ ആ ഒരു കാരുണ്യം അത്ര വലുതാണ്. ആകാശം പോലെ വിശാലം, അല്ലെ സമുദ്രത്തിലെ ജലം എത്ര നമുക്ക് അളവില്ല. അതുപോലെ ദൈവത്തിന്റെ അനന്ത കരുണ ഒഴുകി. ഈ കരുണയിലാണ് മനുഷ്യനെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമൊക്കെ മറന്ന് ലോകത്തിന്റെ സുഖവും പാപത്തിന്റെ സുഖവും ജഡിക സുഖങ്ങളും ആസക്തികൾക്കൊക്കെ അടിമപ്പെട്ടുള്ള ഒരു ജീവിതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ തിരിഞ്ഞാലും ഈ ഒരു അവസ്ഥയുണ്ട് ഏത് രാജ്യത്ത് ചെന്നാലും. ഇതിന്റെയൊക്കെ ഒരു പരിണിത ഫലം തന്നെയാണ് ഇപ്പോൾ ദൈവം ഇങ്ങനെ അനുവദിച്ചിരിക്കുന്നത്. ദൈവം അനുവദിച്ചതാണ്. ദൈവമാണ് പരമാധികാരി, അവിടുന്നാണ് സർവശക്തൻ. അവിടുത്തെ മുൻപിൽ എല്ലാവരും മുട്ടും അടക്കി വെക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ ഈ ഒരു അവസ്ഥ ഇനിയും മുൻപോട്ട് നീങ്ങിയാല്, മാസങ്ങൾ മുൻപോട്ട് നീങ്ങിയാല്, മരണസംഖ്യ വർദ്ധിച്ചാൽ ഇപ്പൊ തന്നെ 3 ലക്ഷത്തിലധികം കഴിഞ്ഞു മരണസംഖ്യ. ഇത് മനുഷ്യരെ പിടിച്ച് നിർത്തുവാൻ പറ്റാത്തവണ്ണമുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ എന്തായിരിക്കും? ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവ് കരുണ കാണിക്കും നമ്മളോട്. നമ്മളെല്ലാവരും പാപികളാണ്. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയില് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വീണ്ടും വചനം തുടരുകയാണ്. യെശയ്യാ 30-ന്റെ 19, 20, 21. ജെറൂസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. നിന്റെ വിലാപത്തിന്റെ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. ആ വിലാപത്തിന്റെ സ്വരം ഉയരണം. ജെറൂസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നമ്മുടെ വിലാപത്തിന്റെ സ്വരം, മാനവരാശിക്ക് വേണ്ടിയുള്ള നമ്മുടെ ആ കരച്ചില്, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരണം. ആ കണ്ണുനീര്, ആ വിലാപസ്വരത്തിൽ ദൈവം എല്ലാവരോടും കരുണ കാണിക്കും. ജെറമിയായുടെ പുസ്തകത്തില് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 9-ാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങൾ. എന്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എന്റെ കണ്ണുകൾ അശ്രുധാരയും ആയിരുന്നെങ്കിൽ എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാരെ ഓർത്ത് ഞാൻ രാപ്പകൽ കരയുമായിരുന്നു. മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എന്റെ ജനത്തെ വിട്ട് അകന്നു പോകുമായിരുന്നു. എന്റെ ശിരസ് ഒരു കണ്ണുനീർ തടാകമായിരുന്നെങ്കിൽ എന്റെ കണ്ണുകൾ അശ്രുധാരയായിരുന്നെങ്കിൽ എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാരെ ഓർത്ത് ഞാൻ രാപകൽ കരയുമായിരുന്നു. ലോകം അനുഭവിക്കുന്ന ഈ വലിയ ദുരന്തം, അല്ല മാനവരാശി നേരിടുന്ന ഈ വലിയ പ്രതിസന്ധി, ഈ പ്രതിസന്ധിയില് നമ്മളൊക്കെ ഈശോയെ സ്നേഹിക്കുന്നവരാണ്. ഈശോയുടെ ഒത്തിരി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ജീവിത വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. നമ്മളെ കുറിച്ച് കർത്താവിന് വലിയ ഒരു ആഗ്രഹമുണ്ട്. നമ്മളൊക്കെ ഒത്തിരിയേറെ കർത്താവിൽ വളരണമെന്നും കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നിറയണമെന്നും ലോകത്തിന് മുഴുവൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹം ദൈവത്തിന് ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കണം, അതായത് വിലപിക്കണം, കരഞ്ഞു പ്രാർത്ഥിക്കണം. ജെറമ്യ തന്റെ ജനത്തെ ഓർത്താണ് ഇത് പറയുന്നത്. തന്റെ ജനത്തെ ഓർത്താണ് കരയുന്നത്. അതായത് എന്റെ ശിരസ്സൊരു കണ്ണുനീർ തടാകമായിരുന്നെങ്കിൽ എന്റെ കണ്ണുകളിലൂടെ അശ്രുധാര, അതായത്
നിരന്തരമായിട്ടുള്ള കണ്ണുനീരിന്റെ ഒരു ഒഴുകല് ഉണ്ടാകുമായിരുന്നു. എന്റെ ജനത്തിന് നിഹിതന്മാരെ ഓർത്ത് ലോകത്തിന് മുഴുവൻ വേണ്ടി നമുക്ക് വിലപിക്കാം, മധ്യസ്ഥം പ്രാർത്ഥിക്കാം. നമ്മള് വായിക്കുന്നുണ്ട്, പീഡാസഹനത്തിന് മുൻപ് യേശു ഗെത്സമൻ തോട്ടത്തില് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അവിടുന്ന് ഹൃദയത്തിൽ നൊന്ത പ്രാർത്ഥന, ഹൃദയം നൊന്ത് പിതാവിന്റെ സന്നിധിയില് നിലവിളിച്ചവരെ പ്രാർത്ഥിക്കുക. ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ കഴിയില്ലേ എന്ന് ഈശോ ചോദിക്കുന്നു. ഒരു കല്ലേറ് ദൂരം പോയി ഈശോ മുട്ടിന്മേൽ നിന്ന് കടന്ന് പ്രാർത്ഥിക്കുക. താൻ ഏറ്റെടുക്കാൻ പോകുന്ന ആ വലിയ പാപത്തിന്റെ ഭാരമോർത്ത്, മാനവരാശിയുടെ ആത്മനാശം എല്ലാം ഓർത്ത് യേശു സങ്കടപ്പെടുകയാണ്. യേശുവിടെ രക്തം വീർത്തുന്നു. അഗാധമായ ദുഃഖം, ഒരു മനുഷ്യന് താങ്ങാനാവാത്തൊരു വലിയ ദുഃഖത്തില്, അഗാധമായ ദുഃഖത്തില് അവിടുന്ന് രക്തം വീർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. രക്തം വീർത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി. അവിടെ ജാതിയും മതവും വർണ്ണവും ഒന്നും ഒരു വ്യത്യാസം, എല്ലാവർക്കും വേണ്ടി. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നുള്ള വലിയൊരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ. ഓരോ വ്യക്തിയുടെയും വേദന നമ്മുടെ വേദനയായിട്ട് നമ്മൾ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ ദീപിക പത്രത്തില് വായിച്ചു. അതായത് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളില്, മഹാരാഷ്ട്രയിൽ നിന്ന് മധ്യപ്രദേശിലേക്ക്, അങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ജനം ഇങ്ങനെ പാലായനം ചെയ്യുക. ജോലി നഷ്ടപ്പെട്ടു, ആഹാരമില്ല, ഒരു മാർഗവുമില്ല. ജനം ആയിരക്കണക്കിന് കിലോമീറ്റർ നടക്കുകയാണ്. ഇന്നത്തെ 10 വെച്ച് വാഹനപകടങ്ങളില്, വഴിയിലൊക്കെ മനുഷ്യർ മരിച്ചു വീഴുന്നു. കഴിഞ്ഞ 14-ാം തീയതി ബോംബെയിൽ നിന്ന് മധ്യപ്രദേശിലേക്ക് പോയ ഒരുപറ്റമല്ല, അവർ നടന്നു പോയത് മുഴുവൻ റെയിൽവേ പാതകളിലൂടെയാണ്. രാത്രി ഏതോ സമയത്ത് അവര് റെയിൽപാളങ്ങളിൽ കിടന്നുറങ്ങി. ഒരു ഗുഡ്സ് ട്രെയിൻ വന്ന് ആളുകളുടെ മീതെ കയറി 16ഓളം പേര് മരിച്ചു. ഇതുപോലെ എന്തെല്ലാം നടക്കും നമ്മുടെ നാട്ടില്. പട്ടിണി പാവങ്ങള്, ഒരു മാർഗമില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ലോകമെമ്പാടും ഇതുപോലെ പ്രയാസപ്പെടുന്നവരുണ്ട്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ വേണ്ടിയാണ്, ലോകത്തിന് മുഴുവൻ വേണ്ടി. ഈ അവസ്ഥയിൽ ലോകത്തിന്റെ മേലെ കർത്താവിന്റെ കരുണ ഒഴുകുവാൻ, കർത്താവ് കരമൊന്ന് നീട്ടി മാനവരാശിയെ വിടുവിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് യേശു നമ്മളെ വിളിക്കുക. ജെറമിയായുടെ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ഞാൻ രാപ്പകൽ കരയുമായിരുന്നു എന്റെ ജനത്തെ ഓർത്ത്. എന്നിട്ട് പറയാണ്, മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ പോകുമായിരുന്നു. എന്നിട്ടോ അവിടെ പോയിരുന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. മരുഭൂമിയിൽ ഒരു വഴിയമ്പലം കിട്ടുന്ന അവിടെ പോയിരുന്ന് വെള്ളം പോലും കുടിക്കാതെ ഞാന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ജെറമിയ പറയുന്നത്. ഈ ജെറമിയയുടെ ജീവിതം നമുക്കറിയാം. ഒത്തിരിയേറെ ദൈവജനത്തെ ഓർത്ത് വേദനിക്കുകയും ജനത്തിന്റെ പീഡകൾ ഏറ്റുവാങ്ങുകയും ചെയ്ത വ്യക്തിയാണ്. പീഡിപ്പിക്കപ്പെടുകയും പൊട്ടക്കല്ലിടുകയും ഒത്തിരി മുറിവേറ്റ വ്യക്തിയാണ് ഈ പ്രവാചകൻ. സ്വയം പീഡകൾ ഏറ്റുവാങ്ങുമ്പോഴും വേദനിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി കരയുന്ന പ്രവാചകനെ കാണുന്നു. ഞാനും നിങ്ങളും മാമോദീസ എന്ന കുദാശയിലൂടെ ക്രിസ്തുവിന്റെ രാജ്യത്വത്തിലും പ്രവാചകത്വത്തിലും എല്ലാം നമ്മള് ഒന്നായി തീർന്നിരിക്കുക, അവിടുത്തോട് ചേർന്നിരിക്കുക. അവിടുത്തെ രാജകീയ പൗരോഹിത്യത്തില് നമ്മൾ പങ്കുകാരാണ്. അവിടുത്തെ സ്വന്തം ജനമാണ്, രാജകീയ പുരോഹിതഗണമാണ്. നമുക്ക് വലിയ ഒരു ദൗത്യം ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക,
നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. അതിലുപരിയായിട്ട് നമ്മുടെ വേദനയേക്കാൾ ഉപരി മറ്റുള്ളവരുടെ വേദനയെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഒത്തിരിയേറെ പ്രീതികരമാണ്. ദൈവസന്നിധിയില് ഞാൻ പറയും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ മറന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. കരുണക്കൊന്ത് ചൊല്ലാം, ജപമാല ചൊല്ലാം, ഉപവസിച്ച് പ്രാർത്ഥിക്കാം, മറ്റ് ത്യാഗങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കാം. അതൊക്കെ നമ്മുടെ യുക്തന്മാരെ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഈ പ്രാർത്ഥനകള് ദൈവസന്നിധിയിൽ എത്തും. ഈ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകും. 10 നീതിമാന്മാരുണ്ടായിരുന്നെങ്കിൽ സൊദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കത്തില്ലായിരുന്നു. 10 നീതിമാന്മാര് പോലും അവിടെ ഇല്ലാതെ പോയി. ദൈവം ഇന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്, നീതിമാന്മാരെ തൊടുകയാണ്. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി പാപം ചെയ്ത് മരിച്ച് നരകത്തിലേക്ക് വിടുന്ന എത്രയോ മനുഷ്യർ. മാനവരാശിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് എല്ലാവരോടും ആവശ്യപ്പെടുക. ഇത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന സമയമാണ്. ഇത് കാലത്തിന്റെ അടയാളങ്ങളാണ്. ലൂക്കാ സുവിശേഷം 21 നമ്മൾ വായിക്കുന്നുണ്ട്. 11-ാമത്തെ വചനം, ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ ഉണ്ടാകുന്നു. അവിടെ പകർച്ചവ്യാധിയെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നും അടയാളങ്ങളാണ്. മാനവരാശി മനസ്സാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയാനുള്ള അടയാളങ്ങളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്തിന്റെ അടയാളങ്ങള് ഓരോ ക്രൈസ്തവനും വിവേചിച്ചറിയാം. കർത്താവിന്റെ 2ാം വരവ്, അതേക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ വേണം. അപ്പൊ മാനവരാശി ഇന്ന് കടന്നു പോകുന്ന ഈ വലിയ ദുരിതങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തിരിച്ച് പത്രങ്ങളിലോ വായിച്ചും ഇടയ്ക്ക് TV വാർത്തകളൊക്കെ കണ്ട് എനിക്കറിയാം, UK-യിലൊക്കെ എത്രയോ പേരാണ് മരിച്ചതും രോഗായി കഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായിട്ടുള്ളവർ ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്. ജീവിത മാർഗം തേടി അല്ലെ കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെയാണ് UK എന്ന രാജ്യത്ത് നിങ്ങളൊക്കെ ആയിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഒത്തിരി വേദനിക്കുന്നുണ്ട്. നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് വേദനിക്കുന്നു. നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നാട്ടിലെ വിഷമിക്കുന്നുണ്ട്. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട്. ഈ വേദന എന്ന് പറയുന്നത് എല്ലാവരും ഒന്നിച്ചു പങ്കിടേണ്ട ഒരു വേദന. ലോകം മുഴുവൻ കടന്നു പോകുന്ന ഈ വലിയ ഒരു ഞെരുക്കം, ഒരു നൊമ്പരം, ഇടുങ്ങിയ വഴിയിലൂടെ മനുഷ്യരെ കർത്താവ് കടത്തിവിടുന്നുവെങ്കിൽ കർത്താവിന് ഇതിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്, വ്യക്തമായ ഒരു പ്ലാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാനവരാശി മുഴുവൻ, ലോകം മുഴുവൻ നിശ്ചലമായി. ഈ നിശ്ചലമായി എന്ന് പറയുമ്പോൾ നിശ്ചലമാക്കാൻ ദൈവത്തിന് സാധിക്കും. നിസ്സാരമായ ഒരു വൈറസിലൂടെ ലോകത്തെ നിശ്ചലമാക്കിയിരിക്കുക. നമ്മുടെ ദൈവം എത്രയോ വലിയവനാണ്. നമ്മുടെ ദൈവം എത്രയോ സർവശക്തനാണ്. ഇവിടെ നിരീശ്വരവാദികളോ ദൈവത്തെ നിഷേധിക്കുന്നവരോ സഭയെ നിഷേധിക്കുന്നവരോ ആര് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ആക്ഷേപം ഉയർത്തിയാലും ദൈവം അവിടുന്ന് സർവശക്തനാണ്. അവിടുന്ന് തീരുമാനിക്കുന്നത് പോലെ നടക്കും. മനുഷ്യന്റെ പദ്ധതികളല്ല, മനുഷ്യന്റെ കഴിവുകളല്ല, ദൈവത്തിന്റെ തീരുമാനങ്ങളാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. വചനം നമ്മൾ മുമ്പേ കേട്ടു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമുക്ക് സന്തോഷിക്കാം. സകല അധികാരങ്ങളും ഉള്ളവനായ യേശുക്രിസ്തുവിനെ നമ്മളെ ആരാധിക്കുന്നു. അവിടുന്നാണ് ജീവിക്കുന്ന കർത്താവ്, ഉയർത്തെഴുന്നേറ്റ സർവശക്തൻ. എബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. അവന് മാറ്റമില്ല. അവന് മാറ്റമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ വചനത്തിനോ അവന്റെ വാക്കുകൾക്കോ മാറ്റമില്ല. മാറ്റമില്ലാത്തവനായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന, അവനോട് കൂടെയായിരിക്കും നമ്മൾക്ക് അവിടുന്ന് സംരക്ഷണം നൽകും. ഹല്ലേലൂയ.
ഉറച്ചൊന്ന് വിശ്വസിച്ച് നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ ലോകത്തില് എന്ത് മഹാമാരി വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാനും നിങ്ങളും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മള് ഇവിടെ നിത്യമായിട്ട് ആയിരിക്കേണ്ടതല്ല. നമ്മുടെ നിത്യമായ ഭവനം സ്വർഗമാണ്. ഹല്ലേലൂയ. നമ്മുടെ നിത്യമായ ഭവനം സ്വർഗമാണ്. അതാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് ആരംഭമുള്ള വചനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, എന്നിൽ വിശ്വസിക്കുവൻ, ദൈവത്തിൽ വിശ്വസിക്കും. അവിടെ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവണ്ട. എന്തും സംഭവിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥപ്പെടണ്ട. രോഗങ്ങളോ പീഡകളോ വേദനകളോ എന്തും വന്നോട്ടെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി പിതാവിന്റെ ഭവനത്തിന് സ്ഥലമൊരുക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാ നീ അസ്വസ്ഥതപ്പെടുന്നത്? എന്തിനാ നീ ഭാരപ്പെടുന്നത്? നിന്റെ കുടുംബത്തെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, തന്നെ ബന്ധുക്കളെ ഓർത്ത് എന്തിനാ ഭാരപ്പെടുന്നത്? നീ ഭാരപ്പെടണ്ട. നിന്റെ ഭാരമെല്ലാം എന്നെ ഏൽപ്പിക്കാൻ. അനേക വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കൻ രാജ്യങ്ങളില് മിഷനറി ആയിട്ട് പോയ ഒരു സുവിശേഷ പ്രഘോഷകൻ, അദ്ദേഹം അനേക വർഷങ്ങള് ആഫ്രിക്കൻ രാജ്യങ്ങളില് ആ പാവപ്പെട്ട മനുഷ്യരിലൊക്കെ ഒത്തിരിയേറെ സുവിശേഷം ചെയ്ത് വിശ്വസ്തയോടെ, അതാണ് അതിന്റെ പ്രത്യേകത, വലിയ വിശ്വസ്തയോടെ സുവിശേഷം ചെയ്ത് അനേക ആയിരങ്ങളെ കർത്താവിനോട് നേടി. അതിനുശേഷം അദ്ദേഹം തിരിച്ച് തന്റെ നാട്ടിലേക്ക് വരികയാണ്. ഇന്നത്തെ പോലുള്ള ആധുനിക സൗകര്യങ്ങളോ ഒന്നും ഉള്ള ഒരു കാലഘട്ടമല്ല. അദ്ദേഹം ഒരു കപ്പലില് ദിവസങ്ങളോളം അല്ല മാസങ്ങളോളം യാത്ര ചെയ്ത് തന്റെ നാട്ടിൽ എത്തിച്ചേരുകയാണ്. അദ്ദേഹം കപ്പലിൽ നിന്ന് പുറത്തിറങ്ങി വലിയ സന്തോഷത്തിലാണ്. തന്റെ നാട്ടിൽ എത്തിച്ചേർന്ന വലിയ സന്തോഷം. ജനങ്ങളൊക്കെ കപ്പൽ നിറങ്ങി, യാത്രക്കാരൊക്കെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ ഇതാ പുറത്ത് വലിയ ഒരു ജനക്കൂട്ടം, ആരെയോ സ്വീകരിക്കാനുള്ള വലിയ ഒരു ആഗ്രഹത്തിൽ ഒരുപറ്റം ആളുകള് വലിയ ആർപ്പുവിളികളോടെ ഇങ്ങനെ നിൽക്കുകയാണ്, വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഈ സുവിശേഷ പ്രഘോഷകന് ഇത് കണ്ടു. അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ വർഷങ്ങളായിട്ട് ദൈവത്തിനു വേണ്ടി സുവിശേഷ വരെയൊക്കെ ചെയ്ത് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരിക, സ്വന്തം ഭവനത്തിലേക്ക് വരിക. നാട്ടിലെ മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട്, വരികയാണ്. അപ്പൊ അതറിഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ കൂടി തന്നെ സ്വീകരിക്കാനായിട്ട് വന്നതായിരിക്കുന്നതൊക്കെ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അവിടെ നിന്നവർ അദ്ദേഹത്തെ സ്വീകരിക്കാനല്ല നിന്നത്. അത് കഴിഞ്ഞ് ഉന്നതനായ ആ രാജ്യത്തെ ഒരു വ്യക്തി ഇറങ്ങി വരികയാണ്. ഭരണതലങ്ങളിലൊക്കെ ഉന്നതനായ വ്യക്തി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ് അവരെല്ലാവരും അവിടെ നിന്നിരുന്നത്. വലിയ സന്തോഷത്തോടെ അവര് ആർത്തു വിളിച്ച് ആനന്ദിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ച് കടന്നു. എല്ലാവരും കടന്നുപോയി. ഈ സുവിശേഷ പ്രഘോഷകൻ ഒറ്റയ്ക്കുള്ളൂ. ശൂന്യത മനസ്സിൽ തോന്നുകയാണ്. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ, ഞാൻ എത്രയോ വർഷം സുവിശേഷം ചെയ്തു, നിനക്ക് വേണ്ടി വേല ചെയ്തതിനെ സൂക്ഷിച്ച് വിശ്വസ്തത. ഞാൻ എൻ്റെ ഭവനത്തില് എത്താൻ വേണ്ടി ഇവിടെ വന്ന് കപ്പലിൽ വരും, പക്ഷെ എന്നെ സ്വീകരിക്കാനായിട്ട് ആരും വന്നിട്ടില്ല, ഇവിടെ ആരെയും കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒത്തിരി വേദനയും സങ്കടവും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് കടന്നു വരിക. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതാ ഈ സുവിശേഷകന്റെ കാതുകൾക്കുള്ളിൽ ദൈവം സംസാരിക്കുക, ദൈവത്തിന്റെ സ്വരം അദ്ദേഹം കേൾക്കുക. ദൈവം അദ്ദേഹത്തോട് ഇപ്രകാരമാണ് പറയുന്നത്, യഥാർത്ഥത്തിൽ നീ നിന്റെ ഭവനത്തില് എത്തിയിട്ടില്ല. നിന്റെ യഥാർത്ഥ ഭവനത്തില് നീ എത്തുമ്പോൾ നിന്നെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും ഉണ്ട്. അന്ന് അവിടെ വലിയ ആഘോഷമായിരിക്കും. ഹല്ലേലൂയ. തിരിച്ചറിയണം,
നമ്മുടെ യഥാർത്ഥ ഭവനം വിട്ട് ഇപ്പോഴുള്ള ഭവനം ഇതല്ല യഥാർത്ഥ ഭവനം. ഈ ഭവനം വിട്ട് യഥാർത്ഥ ഭവനത്തിലേക്ക് നമ്മൾ ഒരിക്കലും യാത്ര ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ ഭീതി കൊണ്ട് നിറയുന്നത്? അതിന് ആവശ്യമേ ഇല്ല. അത് പാടില്ല. നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ കർത്താവിന്റെ മക്കളാണ്. നമ്മുടെ ജീവിതത്തില് സഹനങ്ങൾ അനുവദിച്ചാലും, കഷ്ടത അനുഭവിച്ചാലും, രോഗങ്ങൾ വന്നാലും, സാമ്പത്തിക നഷ്ടം ഉണ്ടാലും, പ്രിയപ്പെട്ടവരുടെ വേർപാട് സംഭവിച്ചാലും, എന്തും സംഭവിക്കട്ടെ, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ യേശു അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ എല്ലാമായി യേശു അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ഇതായിരിക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പ്. എന്ത് സംഭവിക്കട്ടെ, എന്ത് സംഭവിച്ചാലും അവിടെയൊക്കെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. നമ്മുടെ യഥാർത്ഥ ഭവനം ലക്ഷ്യമാക്കിയുള്ള ജീവിതയാത്രയാണ് നമ്മളെല്ലാവരും. പിതാവിന്റെ ഭവനത്തില് നമുക്ക് വേണ്ടി യേശു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. എത്ര മനോഹരമാണിത്! നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യഭവനത്തിലേക്ക്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സുവിശേഷകൻ വേദനയോടെ ചിന്തിച്ചു, എന്നെ സ്വീകരിക്കാനായിട്ട് ആരും വന്നില്ലല്ലോ, അനേക വർഷങ്ങൾ കൂടിയ നാട്ടിൽ ആരും എത്തിയില്ലല്ലോ. ആർപ്പ് വിളിക്കാനോ ചെണ്ട കൊട്ടാനോ ആരെ വിടാനോ കെട്ടുപിടിക്കാനോ ആരുമില്ലല്ലോ. ദൈവത്തിന്റെ സ്വരം ഇതായിരുന്നു, നിന്റെ യഥാർത്ഥ ഭവനം ഇവിടെയല്ല. യഥാർത്ഥ ഭവനത്തിൽ വരുമ്പോൾ നിന്നെ സ്വീകരിക്കാനായിട്ട് മാലാഖമാരും വിശുദ്ധരും കാത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കണം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കില്ല. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കത്തില്ല. കഷ്ടതയുടെ നാളുകളിൽ, കണ്ണുനീരിന്റെ കാലങ്ങളിൽ, സമൃദ്ധിയുടെ കാലങ്ങളിൽ, സന്തോഷത്തിന്റെ നാളുകളിൽ, വേദനയിൽ, ഒരുപക്ഷെ കിടപ്പ് രോഗികൾ ബെഡിലായിരിക്കുമ്പോൾ, ആശുപത്രിയിലായിരിക്കുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, എവിടെയും ആയിക്കോട്ടെ, നിന്റെ കഷ്ടതയിലും വേദനയിലും യേശു കൂടിയുണ്ട്. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നിനക്ക് ഞാൻ തന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്റെ ഈ അടുത്ത സ്ഥലത്തു നിന്ന് ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. അദ്ദേഹത്തിന് അറിയത്തില്ല, അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളില് തലച്ചോറ് ഉൾപ്പെടെ 4th സ്റ്റേജ് ക്യാൻസറാണ്. അധികം പ്രായമൊന്നുമില്ല, 42 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും 2 കുട്ടികളും, 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികൾ മാത്രമേ. അവരുടെ ഒരു ബന്ധു ആണ് ഇങ്ങനെ അത്യാവശ്യം പറഞ്ഞു കൊണ്ടുവന്നത്. ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ വ്യക്തിയോട് 4th സ്റ്റേജ് ക്യാൻസർ ആണ്, മരിക്കുമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അവർക്ക് ഭാര്യയ്ക്കറിയാം ഈ അവസ്ഥയാണെന്ന് പറയാം, വേറെ ആർക്കും അറിയത്തില്ല. വളരെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ അവരുടെ മകനുമായിട്ട് സംസാരിച്ചു. എന്നെ നേരത്തെ വിവരം അറിയിച്ചിരുന്നു, ഇന്ന് ഈ അവസ്ഥയിലാണ്. അദ്ദേഹത്തോട് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഈശോയെക്കുറിച്ചൊക്കെ സംസാരിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് അമ്മ കുടുംബവും തിരിച്ചു പോയത്. അപ്പൊ എത്രമാത്രം വേദനയാണെന്ന് ഓർത്തിരിക്കും. അദ്ദേഹത്തിന്റെ ബന്ധുക്കളോട് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന പരമാവധി 3 മാസക്കാലമേ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ സാധിക്കും. എൻ്റെ സുവിശേഷ വേളയില് അനുഭവങ്ങളിൽ എനിക്ക് പറയാൻ പറ്റും, 2 മണിക്കൂറൊക്കെ ആയുസ് പറഞ്ഞു, 30 ദിവസമൊക്കെ ആയുസ് പറഞ്ഞത്, 8, 9, 10 വർഷമായിട്ട് ക്യാൻസറൊക്കെ സൗഖ്യമായിട്ട് ദൈവരാജ്യത്തോട് വേല ചെയ്യും. എന്റെ ടീമുകളുണ്ട്. കർത്താവിന്റെ ഒരു സ്പർശനം ഉണ്ടായാൽ മതി, യേശു ഒന്ന് തൊട്ടാൽ മതി, അത്ഭുതകരമായ രോഗശാന്തികളും
അടിയാളങ്ങളും ഒക്കെ സംഭവിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒക്കെ ഭാഗത്തുള്ളതായ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു, എല്ലാവരും ഒരു കുഞ്ഞു വേദന വന്നാൽ പോലും സഹിക്കാനായിട്ടൊന്ന് മനസ്സ് കാണിക്കും. ഒരു കൈക്ക് വേദന, ഒരു മുട്ടുവേദന, ഒരു കുഞ്ഞു കുഞ്ഞു വേദന, നടുവേദന, അങ്ങനെ കൊച്ചു കൊച്ചു വേദനകളൊക്കെ ദൈവം അനുവദിക്കുമ്പോൾ നമ്മളിത് സന്തോഷത്തോടെ സ്വീകരിക്കും. കൊച്ചുദർശിയെ പുണ്യവതി ഇങ്ങനെ പറയുമായിരുന്നു, ക്ഷയരോഗബാധിയായിരുന്നു, ഒത്തിരി ശ്വാസമുട്ടലും മറ്റു ശാരീരപീഠകളും വേദനയൊക്കെ ഉണ്ട്. കൊച്ചുദർശിയെ പുണ്യവതി വേദന കുറയുമ്പോൾ പറയും, യേശു എന്നെ ഇന്ന് മറന്നുപോയോ? യേശു എന്നെ മറന്നുപോയോ? അതാ ചോദ്യം. വേദന കുറയുമ്പോൾ ചോദിക്കും ചോദ്യം. വേദ പാരംഗതിയാണ് കൊച്ചുദർശിയ. മിഷണറിമാരുടെ മധ്യസ്ഥയാണ്. സ്വന്തം ഭവനത്തിൽ നിന്ന് ലോകമെമ്പാടുള്ള മിഷണറിമാർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച് വിശുദ്ധിയായ വ്യക്തിയാണ് വിശുദ്ധ കൊച്ചുദർശിയ. നമുക്ക് ദൈവം അനുവദിക്കുന്ന ഈ കൊച്ചു കൊച്ചു വേദനകള്, ചെറിയ ചെറിയ രോഗങ്ങള്, പീഡകളൊക്കെ വരുമ്പോൾ അതെല്ലാം മാറിപ്പോകണമേ സൗഖ്യം തന്നെ എന്ന് പ്രാർത്ഥിക്കുന്നതിലുപരി അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ഭാവിയുടെ മനസ്സാന്തരത്തിന് വേണ്ടി, അനേകം മാരകരുടെ സൗഖ്യത്തിന് വേണ്ടി, ശുദ്ധികലസ്ഥത്തിന്റെ ആത്മാക്കൾക്ക് വേണ്ടി ഒക്കെ ആയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ ദൈവത്തിന്റെ സന്നിധിയില് ഒത്തിരി സ്വീകാര്യതയുണ്ട്. അതിലൂടെ കർത്താവ് ഒത്തിരി നമ്മളെ അനുഗ്രഹിക്കുക. വലിയ കൃപ കൊണ്ട് നമ്മൾ നിറയുക. അപ്പൊ നമ്മള് അനുഭവിക്കുന്നതായ ഈ സഹനങ്ങള് അത് വലിയ നന്മയ്ക്കായിട്ട് ദൈവം നമുക്ക് വേണ്ടി മാറ്റുകയാണ്. അപ്പൊ സഹനങ്ങളിലും വേദനകളിലും ഒക്കെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ ഒരിക്കലും നമ്മളുടെ അടുക്കൽ നിന്ന് മാറത്തില്ല. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നിന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കത്തില്ല. നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കത്തില്ല. ഇതാണ് വഴി, ഇതിലെ പോകുക എന്ന് പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇടത്തോട്ടോ നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രമിക്കും. ഇതാണ് വഴി, ഇതിലെ പോവുക. ഹല്ലേലൂയ. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നിന്റെ ഗുരുവും കർത്താവുമായ യേശുവിനെ ദർശിക്കുന്നപ്പോൾ കഷ്ടതയിലും സഹനങ്ങളിലും തീരാവ്യാധികളിലും വേദനകളിലും ഒക്കെയാണ് ദൈവത്തിന്റെ മുഖം നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. അവിടെ പറയാണ്, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. അതായത് നിന്റെ കണ്ണുകള് നിന്റെ ഗുരുവിനെ കാണും. അത് വലിയ സമൃദ്ധിയുടെ കാലങ്ങളിലോ വലിയ സന്തോഷത്തിന്റെ നാളുകളിലോ ആണെന്നല്ല വചനം പറയുന്നത്. കഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുമ്പോൾ, വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, ഒറ്റപ്പെടലുകളിലൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ കർത്താവിന്റെ മുഖം നമുക്ക് കാണാൻ സാധിക്കുന്നു. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലെ പോകുക. ഹല്ലേലൂയ. ഇതാണ് വഴി, ഇതിലെ. ഇത് ദൈവത്തിന്റെ സ്വരമാണ്. ആ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കാത്തിരിക്കണം. നമ്മുടെ ജീവിതത്തില് അവിടുന്ന് അനുവദിക്കുന്ന സഹനങ്ങള്, വേദനകള്, അല്ലെ തകർച്ചകള്, പ്രതിസന്ധികള്, ഇപ്പോൾ ഈ പകർച്ചവ്യാധി എന്തുമാവട്ടെ, ആ ദൈവത്തിന് എന്നോട് എന്തോ സംസാരിക്കാൻ, ആ ദൈവത്തിന്റെ സ്വരത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് നമുക്ക് ആവശ്യമാണ്. അത് നമ്മള് ഈ ബഹളങ്ങളൊക്കെ വിട്ട് കുറെ സമയം ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കണം. പ്രാർത്ഥിച്ച് മൗനമായിട്ട് കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം നമ്മൾ കേൾക്കും. ആ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ കൂടെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും നമ്മൾ ദൈവത്തോട് സംസാരിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥന കരുണക്കൊന്തയൊക്കെ ചൊല്ലി എന്നാൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുപോരാ, ദൈവത്തിന് എന്നോട് എന്താണ് സംസാരിക്കുക, ആ ദൈവത്തിന് എന്നോട് സംസാരിക്കാനുള്ളത് കൂടി കേൾക്കുവാനുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ദൈവസ്വരം ശ്രവിക്കുക എന്ന് പറയും. ദൈവത്തിന്റെ സ്വരം നമുക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്നത് കൂടുതൽ എപ്പോഴാണ്? കഷ്ടതയിലും വേദനയിലും ഒക്കെയാണ് ദൈവസ്വരം കൂടുതൽ കേൾക്കാനായിട്ടുള്ള നമുക്ക് സാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തില് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ, വേദനകൾ, ഇതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്.
അവിടുന്ന് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. കഷ്ടതയുടെ അപ്പം നമുക്ക് തരും. ക്ലേശത്തിന്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. തോരാത്ത കണ്ണുനീരിന്റെ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. മറ്റുള്ളവരുടെ വേദനയിൽ നമുക്ക് നൊന്ത് കരയാൻ സാധിക്കട്ടെ. അങ്ങനെയൊക്കെ ഒരു വലിയ സ്നേഹത്തിന്റെ ഒരു നിറവിലേക്ക് നമുക്ക് കടന്നു വരാം. യേശു അതാണല്ലോ ആഗ്രഹിക്കുന്നത്. മാലാഖമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥനയിലൂടെ ഗ്രഹിച്ചാലും അതൊക്കെ വെളിപ്പെടുത്തി കിട്ടിയാലും ഒക്കെ നല്ലത് തന്നെ. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ സ്നേഹത്തിലേക്ക്, സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളത്. എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക. നമ്മളിതൊക്കെ എത്രയോ കേട്ടിരിക്കുന്നു അല്ലെ, എത്രയോ ധ്യാനിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഒരു നാളുകളില് ആ സ്നേഹത്തിന്റെ ഒരു വലിയ നിറവിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം. മറ്റുള്ളവർക്ക് ഒത്തിരി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ലോകത്തിന് മുഴുവൻ വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ കഷ്ടതയാണ്, ദാരിദ്ര്യമാണ്. സൊമാലിയായും അനേക രാജ്യങ്ങൾ. ഞാൻ കഴിഞ്ഞ വർഷം ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ദൈവജന പ്രഘോഷത്തിന് പോയിരുന്നു. ഒത്തിരി ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങൾ. ഉഗാണ്ടായിപ്പോ ദാരിദ്ര്യമാണ് മനുഷ്യർ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്. ലോകരാജ്യങ്ങൾ, നമ്മുടെ രാജ്യത്ത് തന്നെ എത്രയോ സ്റ്റേറ്റുകളാണ് ഒത്തിരിയേറെ അറിവില്ലാത്ത മനുഷ്യർ, ദാരിദ്ര്യം, വൃത്തിഹീനമായ ജീവിത സാഹചര്യം ജീവിക്കുന്നത്. സ്ഥലം ഇങ്ങനെ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾ, തെരുവോരങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ നമ്മൾ ഓർത്ത് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. പ്രത്യേകമായിട്ട് നിങ്ങൾ UK ആയിരിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ മാതൃരാജ്യം, നമ്മുടെ ഒത്തിരി മാതൃരാജ്യമായ ഭാരതം, നമ്മുടെ സ്വന്തം നാടായ കേരളം ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. എനിക്കറിയാം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കണം. നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് UK വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമുക്ക് UK നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അഭിമന്യ പിതാവ് സാമ്പിക്കൽ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റു വൈദികര്, സന്യസ്തര് ഒക്കെ എല്ലാവരും ഓർക്കാം. നമുക്ക് അവിടെ നടക്കുന്നതായ ദൈവരാജ്യത്തിന് വേലകളൊക്കെ ഫലമണിയട്ടെ. അവിടെ രോഗാവസ്ഥയിലായിട്ട് മരിച്ചുപോയവർക്കൊക്കെ ദൈവസന്നിധി നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം, വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് അനേകര് രോഗികളെ ആശുപത്രി കഴിയുന്നു. അവിടുത്തെ വൃദ്ധമന്ദിരങ്ങളിലൊക്കെ അല്ലെ, കെയർ ഹോമുകളിലൊക്കെ ഒത്തിരി പേര് മരണപ്പെടുന്നുണ്ട്. അവരൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തു വേണ്ടി ആരൊക്കെ ജീവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുവോ അവരൊക്കെ കഷ്ടതയിലൂടെ കടന്നുപോയേ മതിയാവത്തുള്ളൂ. ദൈവവചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നമ്മളെ. ഈ സഹനങ്ങളെ ഓർത്ത് നമ്മൾ ഭയപ്പെടാതെ ഈ സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. സഹനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു ആധ്യാത്മിക ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ആധ്യാത്മിക ജീവിതം. യേശു നമ്മുടെ മുൻപിൽ ജീവിതം കൊണ്ട് കാണിച്ചു വന്നത് തന്നെയാണ്. സ്നേഹിക്കുക, സഹിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിലൂടെ അവൻ എല്ലാവരെയും കീഴ്പ്പെടുത്തി. തന്റെ അടുക്കിലേക്ക് വന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി. ലൂക്ക 4:40 വൈകുന്നേരമായപ്പോൾ അനേകം രോഗികളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അനേക രോഗികൾ, അപസ്മാര രോഗികൾ, പിശാച് ബാധിതര്, അന്ധന്മാര്, ഊമന്മാര്, ചെകിട്ടര്, തളർവാതിരുകൾ, അവരൊക്കെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരെല്ലാവരും യേശു തൊട്ട് സൗഖ്യമാക്കി. യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന എല്ലാവരെയും യേശു സൗഖ്യമാക്കി. അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്. 1 പത്രോസ് 2:24. അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശിലേറി. അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചു കുരിശിലേറി. നമ്മളെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പിടിപ്പിച്ചു. അവന്റെ ശരീരം ഏറ്റുവാങ്ങിയ മുറിവുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ മുറിവിൽ നിന്ന് സൗഖ്യത്തിന്റെ മഹാശക്തി നമ്മളിലേക്ക് ഒഴുകും. ആര് വിശ്വസിച്ച് ദാഹപൂർവം സൗഖ്യത്തിന് വേണ്ടി അല്ലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നു, അവരെയൊക്കെ കർത്താവ് ഹൃദയത്തിന്റെ ഉള്ളിൽ നല്ലൊരു വിശ്വാസമാണ്. എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം നൽകും. ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ടും
ആ വേദന മാറുന്നില്ല, അല്ല രോഗം മാറുന്നില്ല, ആ ഒരു വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അത് ദൈവം അറിഞ്ഞ് അനുവദിക്കുന്നു. അപ്പൊ ആ സഹനങ്ങളെ ഓർത്ത്, കഷ്ടതയോർത്ത് നമ്മൾ നന്ദി പറഞ്ഞു സ്തുതിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഇതാ അത്ഭുതമായ രോഗം എടുത്തു മാറ്റും. അപ്പൊ കഷ്ടതകളെ ഓർത്ത്, സഹനങ്ങളെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത് ഒക്കെ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിന്റെ കരങ്ങളിൽ എത്രയോ സുരക്ഷിതമാണ്. ഒരിക്കലും അവിടുന്ന് നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. യോഹന്നാൻ 14:18 പറയുന്നുണ്ട്, ഒരു നാളും നിങ്ങൾ ഞാൻ അനാഥരായിട്ട് വിടത്തില്ല. നീ ഒരു അനാഥനല്ല, നിനക്ക് ഞാനുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട്. ദൈവമായി, സർവശക്തനായ കർത്താവായി, പിതാവായി, എല്ലാമായിട്ട് ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്നെ കരുതുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ ജീവിതം സുരക്ഷിതമാണ്, നിന്റെ കുടുംബം സുരക്ഷിതമാണ്, മക്കൾ സുരക്ഷിതമാണ്. നിന്റെ ഭയത്തിന്റെ അടിമത്വത്തിലേക്കോ ഭീരുത്വത്തിലേക്കോ നമ്മൾ പോകാനായിട്ട് പാടില്ല. എന്ത് വന്നാലും എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞാനും എൻ്റെ കുടുംബവും സുരക്ഷിതം. ഈ അടിയുറച്ച വിശ്വാസത്തില് നമുക്ക് നിലകൊള്ളാം. കർത്താവ് നിങ്ങളെല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സഹനങ്ങൾ വരുമ്പോൾ പതറിപ്പോകരുത്. സഹനങ്ങൾ വരുമ്പോൾ കർത്താവിന്റെ മുറിവുകളിലേക്ക് നോക്കുക. ആരൊക്കെ വിശുദ്ധിയിൽ വളർന്നു, ആരൊക്കെ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടു, അവന്റെ നിത്യഭവനത്തിൽ എത്തിച്ചേർന്നു, അവരൊക്കെ സഹനങ്ങളിലൂടെ കടന്നുപോയത് തന്നെയാണ്. അവൻ നമ്മുടെ ജീവിതത്തില് ഏറ്റവും വിലയുണ്ട് സഹനത്തിന്. നമുക്ക് അവിടത്തേക്ക് ഒത്തിരി നന്ദി പറയാം. കർത്താവ് നൽകിയ ഈ വചനങ്ങളെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് മഹത്വം കരയറ്റാം. ഈശോയുടെ കരങ്ങളിൽ നിങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. നമുക്ക് അല്പസമയം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ഏതാനും പേരുകൾ: അലൻ ബെന്നി, ഫെലിക്സ് ജോയി, കണ്ണിന് പ്രോബ്ലം ഉണ്ട്, മാഷ ജോർജ് ഷോൾഡർ പെയിൻ ഉണ്ട്, അതുപോലെ ഷാരോൺ ഷിബോർക്ക് കുഞ്ഞുങ്ങളില്ല, ജീസൻ കോവിഡ് റിക്കവേർഡ് ആയി എങ്കിലും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജീമോൻ എന്നൊരു മകന് വെന്റിലേറ്ററിലാണ്. നേരത്തെ തന്നെ ആ വ്യക്തിയെ കുറിച്ച് അറിഞ്ഞിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ജോണ് തോമസ് വേണ്ടി പ്രാർത്ഥിക്കാം. റിയ റോയ് പ്രാർത്ഥിക്കാം. അതുകൂടാതെ UK നിന്ന് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞൊരു മകളാണ് പ്രിൻസി എന്ന് പറയുന്ന ഒരു മകൾ, നേഴ്സാണ്, 2 കുഞ്ഞുങ്ങളെ ഭർത്താവ്. അവർക്ക് ക്യാൻസറാണ്, 4th സ്റ്റേജ് ക്യാൻസറാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വലിയ സങ്കടത്തിലാണ്. പ്രത്യേകിച്ച് ഞാൻ അവരോട് സംസാരിച്ചു, ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ തന്നെ മനുഷ്യന് ഒത്തിരിയേറെ സങ്കടപ്പെട്ട് കരയായിരുന്നു. വലിയ പ്രായമൊന്നുമില്ല. അവർക്ക് വേണ്ടി പ്രിൻസി എന്നാണ് നമ്മളുടെ പേര്. നിങ്ങളുടെ പ്രാർത്ഥനയില് പ്രിൻസിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. നമ്മൾക്ക് കർത്താവിന്റെ സൗഖ്യം ലഭിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ പേര് പറഞ്ഞവരൊക്കെ ദൈവകരങ്ങളിൽ കൊടുക്കാം. അതുകൂടാതെ നിങ്ങളുടെ കുടുംബാംഗങ്ങള്, മാതാപിതാക്കള്, കുഞ്ഞുങ്ങള്, വേണ്ടപ്പെട്ടവരൊക്കെ സമർപ്പിക്കാം. നിങ്ങളുടെ രോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഒരു അത്ഭുത സ്പർശനം ഉണ്ടാവട്ടെ. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കർത്താവ് സൗഖ്യദായകനാണ്. കർത്താവായ യേശുവേ, ഞാൻ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സാധിക്കുന്നവര് നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ വെച്ചോളാം. തലയ്ക്ക് വേണ്ട തലയില്, ഗർഭപാത്ര രോഗമാണ് വയറില്, കാൽമുട്ടിന് വേണ്ട കാൽമുട്ടല്, സാധിക്കുന്നത് കരം വയ്ക്കുക. അതിന്റെ കരം വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. ഈശോ നിങ്ങളുടെ മേലെ കരങ്ങൾ വയ്ക്കും. ശ്വാസം മുട്ടലോ നെഞ്ചിന് പ്രയാസമൊക്കെ നെഞ്ചിന് കൈവച്ചുകൊള്ളുക. അങ്ങനെ നമുക്ക് എന്നിട്ട് പറയാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈശോയെ അങ്ങയുടെ കരം എന്റെ മേൽ വയ്ക്കണമേ, സൗഖ്യം തന്നെ നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊള്ളുക. സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് എത്രയോ കാരുണ്യമാണ്. അങ്ങയുടെ ആണിപ്പാടല കരം ഓരോരുത്തരും ലഭിക്കുന്നത്. അത്ഭുതകരമായ സൗഖ്യം എല്ലാവർക്കും നൽകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ.
ജോണിനെയും തോമസിനെയും സമർപ്പിക്കുന്നു. അവരുടെ ക്യാൻസർ വിട്ടുമാറട്ടെ. പ്രിൻസി എന്ന മകളെ സമർപ്പിക്കുന്നു. അവളുടെ 4th സ്റ്റേജ് ക്യാൻസറിൽ നിന്ന് അവൾ സൗഖ്യം പ്രാപിച്ച് മടങ്ങി വരട്ടെ. ആ കുടുംബത്തിനു മേൽ കരുണയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലൻ ബെന്നിയെ സമർപ്പിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കുന്നു. ഫെലിക്സ് ജോയി എന്ന മകനെ നമ്മൾ സമർപ്പിക്കുന്നു. അവന്റെ കണ്ണുകൾ അത്ഭുത സൗഖ്യം ലഭിക്കട്ടെ. മാഷ ജോർജിന്റെ ഷോൾഡർ പെയിൻ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഷാരോണെയും ഷിബുനെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലല്ലോ, മക്കളെ കൊടുക്കാൻ നീ മനസ്സാകണം. യേശുവ 69 ജന്മം നൽകുന്നത് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുന്നു. ഇല്ല കർത്താവേ, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കും. ഗർഭപാത്രം അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവന്റെ സമൃദ്ധി അവർക്കുണ്ടാവട്ടെ. മക്കൾക്ക് ജന്മം നൽകാനുള്ള ശക്തി ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീസനെ സ്പർശിക്കണമേ. പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ജിമോനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വെന്റിലേറ്ററിലായിരിക്കുന്ന മകന്റെ മേൽ കർത്താവ് ഇപ്പോൾ കടന്നു തരണമേ. യേശുവെ, ഇപ്പോൾ ആ വെന്റിലേറ്ററിലേക്ക് കടന്നു തരണമേ. ഈശോയെ, അങ്ങയുടെ കരം ആ മകന്റെ മേൽ വയ്ക്കുന്നു. മുറിവേറ്റ കരം വയ്ക്കണമേ. ആ മകന്റെ മേൽ സൗഖ്യത്തിന്റെ ശക്തി ഒഴുകട്ടെ. ലൂക്ക 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ചു. അത്ഭുത രോഗശാന്തി ലഭിക്കട്ടെ. ഹല്ലേലൂയ. റോയിയെ സമർപ്പിക്കുന്ന കർത്താവേ, ഉദരസംബന്ധമായ വേദനകളൊക്കെ വിട്ടുമാറട്ടെ. കർത്താവെ കരവയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ മൈഗ്രെയിൻ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പെടലി പേര് വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നടുവിന്റെ പേര് വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കാലിന്റെ വേദന, സന്ധികളുടെ വേദന, കാൽമുട്ട്, ഇടുപ്പല്, അസ്ഥികളെ ഒക്കെയും സൗഖ്യമാവട്ടെ. ദൈവശക്തി കടന്നു പോകട്ടെ. ഹല്ലേലൂയ. ഗർഭപാത്ര രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ഞങ്ങളെ കരമിക്കണമേ. ഹാർട്ടിനുള്ള സൗഖ്യമാവട്ടെ. കിഡ്നികൾ സൗഖ്യമാവട്ടെ. പാൻക്രിയാസ് സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ. വൻകുടല്, ചെറുകുടൽ, ആമാശയം എല്ലാം സൗഖ്യമാവട്ടെ. വയറ്റിലെ വേദന, ഗ്യാസ് ട്രബിള്, ഉദര രോഗങ്ങൾ ഒക്കെ വിട്ടുമാറട്ടെ. സന്ധിവാദം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. സന്ധികളുടെ നീര് പറ്റിപ്പോകട്ടെ. നിരന്തരമായിട്ടുള്ള ഇടുപ്പലിന്റെ നടുവിന്റെ വേദന, ബാക്ക് പെയിൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവിന്റെ മുറിവിനോട് ചേർത്ത് വയ്ക്കുന്ന പുറംവേദന വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് കർത്താവെ, ത്വക്ക് രോഗത്താൽ പ്രയാസപ്പെടുന്ന സാന്ദ്ര എന്ന ഒരു മകളുണ്ട്. അവൾക്കിടെ പ്രാർത്ഥിക്കുന്നു. അവൾക്ക് അത്ഭുത രോഗശാന്തി നൽകി അനുഗ്രഹിക്കണമേ. അവളുടെ ത്വക്ക് രോഗങ്ങൾ വിട്ടുമാറട്ടെ. സോറിയാസിസ് സൗഖ്യമാവട്ടെ. മാനസികമായ പ്രയാസങ്ങളും വിഷമങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭയം വിട്ടുമാറട്ടെ. ഉത്കണ്ഠ വിട്ടുമാറട്ടെ. നിരാശ വിട്ടുമാറട്ടെ. കുറ്റബോധം വിട്ടുമാറട്ടെ. കർത്താവിന്റെ ആത്മാവ് നിറയട്ടെ. കർത്താവ് ഈ കൂട്ടായ്മയില് കുഞ്ഞുങ്ങളെ ഓർത്തൊക്കെ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസവും ബലവും നൽകണമേ. എല്ലാ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബങ്ങളിലേക്ക് കോവിഡ് വൈറസ് യേശുവിന്റെ നാമത്തിൽ കടന്നു വരാതിരിക്കട്ടെ. കർത്താവിന്റെ തിരക്തം ഒഴുകട്ടെ. ഭയം വിട്ടുമാറട്ടെ. ആത്മധൈര്യം കൊണ്ട് തരട്ടെ. ഇവരെയും ഇവരുടെ കുടുംബങ്ങളെല്ലാം കർത്താവിനെ സംരക്ഷിക്കണം. യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അത്ഭുത കരം നീട്ടണമേ. സൗഖ്യത്തിന്റെ കരം എല്ലാവരും ഒരുമിക്കണം. ഇവരുടെ കുഞ്ഞുങ്ങളിലെ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. അതെ, മനോജിന്റെ ഇപ്പോൾ ഉണ്ടായ കുഞ്ഞിനെ പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിന്റെ മേലെ കരമിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വലിയൊരു സന്തോഷം നൽകണമേ. ഓരോരുത്തരുടെയും ജോലി വേലകള്, സാമ്പത്തിക മേഖലകള് എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ മാതാപിതാക്കള്, ബന്ധുമിത്രാദികളെല്ലാം കർത്താവിന്റെ തിരുരക്തത്താൽ സംരക്ഷിക്കപ്പെടട്ടെ. മരിച്ചുപോയവരിൽ കരുണയായിരിക്കണം. യേശുവെ, UK ആ രാജ്യത്തോട് കരുണ കാണിക്കണമേ. ആ രാജ്യത്തെ രക്ഷിക്കണമേ. കോവിഡ് വൈറസിനെ കർത്താവെ അങ്ങ് നിയന്ത്രിക്കണമേ. വൈറസ് നിർവീര്യമാവട്ടെ. ജനം സൗഖ്യം പ്രാപിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകർച്ചവ്യാധിയെ ലോകത്തിൽ നിന്ന് മാറ്റണമേ. UKയുടെ മേൽ, അവിടുത്തെ ഭരണാധികാരിയുടെ മേൽ കരുണയായിരിക്കണമേ. സഭയുടെ മേൽ കരുണയായിരിക്കണമേ. അഭിഷിക്തരുടെ മേലെല്ലാം അങ്ങയുടെ കരുണ ഒഴുക്കണമേ. യേശുവേ, അങ്ങയുടെ വലിയ കരുണ UKയുടെ മേൽ ഒഴുകട്ടെ. ആ രാജ്യം കർത്താവിന്റെ കരുണ കൊണ്ട് നിറയട്ടെ. യേശുവെ, ലോകത്തോട് മുഴുവൻ അങ്ങ് കരുണ കാണിക്കണമേ. അമ്മേ മാതാവേ, നമ്മുടെ ഹൃദയത്തിൽ ഈ കൂട്ടായ്മയുള്ളവരെയും UK എന്ന രാജ്യത്തെയും ലോകരാജ്യങ്ങളെയും നിങ്ങളുടെ ഭാരതത്തൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, സ്വർഗവാസികളെ എപ്പോഴും ഞങ്ങളെ കാത്തോളണം. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും അപേക്ഷിക്കണം. യേശു അവരുടെ രക്തം കൊണ്ട് പൊതിഞ്ഞ് നിങ്ങളെ കാത്തോളണം. ഒരു മഹാമാരി നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും ഏറ്റെടുക്കണം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരിക, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കും. യേശു കാത്തു നിൽക്കുന്നു. നിന്നെ ആശ്വസിപ്പിക്കും. നിന്റെ ഭാരങ്ങളും വേദനകളും വിഷമങ്ങളൊക്കെ
കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. അവന്റെ സ്വരത്തിന് വേണ്ടി കാത്തോർക്കാം. അവന്റെ വഴികൾ സഹനങ്ങളെ ഓർത്ത് നന്ദി പറയാം. എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നു. ഒത്തിരി നന്ദി ഈശോയ്ക്ക്, ഒത്തിരി നന്ദി. പരിശുദ്ധാത്മാവിന്റെ വലിയ ബലവും ശക്തി നമ്മൾ നിറയട്ടെ. ആത്മാവ് എല്ലാവർക്കും വലിയ കരുത്ത് തരട്ടെ. ഇനി ദൈവം വെച്ച് വീണ്ടും നമുക്ക് കാണാം. സ്നേഹം നിറഞ്ഞ ജോഷി അച്ഛ, ബഹുമാനപ്പെട്ട ബ്രദറെ, നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മയില് ദൈവവചനം പങ്കുവയ്ക്കുകയും രോഗശാന്തി ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജോഷി അച്ഛനും ബ്രദർ സാബുവിനും ദൈവം നൽകിയതിനോർത്ത് തമ്പുരാൻ നമ്മൾ നന്ദി പറയുന്നു. അതോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള സ്നേഹവും നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. കിങ് ജീസസ് മിനിസ്ട്രി കേരളയിലൂടെ ദൈവവചനം കേരളത്തിലും ലോകത്തിലുടനീളം പ്രഘോഷിക്കുകയും രോഗശാന്തി ശുശ്രൂഷ നടത്തിവരികയും ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സാബർ ബ്രദറിനും അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ കർത്താവിന്റെ അത്തരങ്ങളെ തുറക്കണം. ഞാൻ അവരെ സ്തുതികളാണ്. ഹല്ലേലൂയ. ഒരു ടെസ്റ്റ് മണിക്കായിട്ട് ജീന ശിവനെ വിളിച്ചോളൂ. Hello, good evening all. Just want to thank you, Lord, for giving us this opportunity to praise and glorify your name. Jesus performs miracles every single day in our lives. So dear friends in Christ, I just want to share one such miracle that took place during this very uncertain and depressing time. On a Friday night, I'd gone to work and I found my friend Sissy in tears. Her brother was admitted in A&E with COVID symptoms. Her brother Sunny Chetan lives in Dubai and his young family lives in India. So this Chetan had pneumonia-like symptoms since January. Like many of us, he had hesitated to go to the hospital and instead self-medicated